നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടിയുടെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ പോരാട്ടത്തിന്റെ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഈ പരിപാടി പെട്ടെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത ആക്ഷൻ ടേക്കൺ ഓൺ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന ഈ പ്രക്ഷോഭം കൊല്ലം ജില്ലാ ആസ്ഥാനത്ത് നടക്കുമ്പോൾ ഇവിടുത്തെ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും സംബന്ധിക്കുന്ന ഈ പരിപാടി, ഈ പ്രതിഷേധം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മുകേഷിനെതിരെ 4 പരാതി പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയുവാനുള്ളത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ UDF-ന് അതിനുള്ള സംസ്ഥാനത്തെ സംസ്കാരമാണ്. ഈ രഞ്ജിത്തിനെ സംരക്ഷിക്കുവാൻ എന്തെല്ലാം മലക്കം മറിച്ചിലാണ് അയാൾ നടത്തിയത്. നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. കൊട്ടാരകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരിത ബാധിതർക്കായി നെടുമൺകാവ് പൊതുവേദി സമാഹരിച്ച തുക മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കൈമാറി. വെളിയം ഗ്രാമപഞ്ചായത്തിലെ കൊട്ര വാർഡിലെ ഗ്രാമസഭ വെളിയം വിവേകോദയം സ്കൂളിൽ വെച്ച് നടന്നു. വാർഡ് മെമ്പർ MP പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി ആശ, ശ്രീമതി അശ്വതി, ശൈലജ, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇളവൂർ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയുടെ ദൃശ്യങ്ങളിലേക്ക്. കൊട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നേത്ര പരിശോധന ക്യാമ്പിന്റെ ദൃശ്യങ്ങളിലേക്ക്. വെളിയം ഗ്രാമപഞ്ചായത്തിലെ ആരുക്കോണം വാർഡിലെ ഗ്രാമസഭ വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അജിത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയുണ്ടായി. ഷിബു ഭവനിൽ പെണ്ണമ്മ ജോർജ് അന്തരിച്ചു. പരേതയ്ക്ക് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകളിലൂടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.